അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ലോഡ് കിട്ടിയിരിക്കുന്നത് ഷൂളഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ചെന്നൈയിലേക്കാണ്. അതായത് കൃഷ്ണഗിരി കഴിഞ്ഞിട്ട് നമ്മൾ ബാംഗ്ലൂർ റൂട്ടിൽ പോകുമ്പോൾ അടുത്ത നെക്സ്റ്റ് വരുന്നൊരു സ്ഥലമാണ് ഷൂളഗിരി എന്ന് പറയുന്നത്. ഷൂളഗിരിയിൽ നിന്ന് ചെന്നൈയിലെ നീൽക്കമൽ ലിമിറ്റഡിലേക്കാണ്. അപ്പോൾ നമുക്ക് നേരെ നീൽക്കമൽ കമ്പനിയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ കാണിക്കുന്നത് ഇവിടുന്ന് ഒരു 700 മീറ്റർ സംതിങ് കാണിക്കുന്നു. ലെഫ്റ്റിലേക്ക് പോകാൻ വേണ്ടിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പോകുന്നത് ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് സേലം, ഈറോഡ് അങ്ങനെയൊക്കെ കോയമ്പത്തൂർ വഴി ടച്ച് ചെയ്ത് നമ്മുടെ പാലക്കാടിലേക്ക് പോകുന്ന ഹൈവേ ആണ് ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഷൂളഗിരി ഭാഗമാണ് ഇപ്പം. അതായത് ആ മലനിരകൾ അങ്ങ് കാണുന്നത് കൃഷ്ണഗിരിയാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള സ്ഥലമാണ് ഈ ഷൂളഗിരി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടുന്ന് നേരെ ലെഫ്റ്റ് എടുക്കാനാണ് മാപ്പിൽ നമുക്ക് ലൊക്കേഷൻ ട്രാൻസ്പോർട്ടർ അയച്ച് തന്നതിൽ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കമ്പനിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വണ്ടികളാണ്, ലോഡും കയറ്റി വരുന്ന വണ്ടികളാണെന്ന് തോന്നി പോകുന്നത്. എന്തായാലും നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കാം. ലെഫ്റ്റ് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് എന്തായാലും കേട്ടോ. അവിടെ ഇതൊരു ചെറിയൊരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നു. അവിടെയുള്ള കമ്പനികളുടെ എല്ലാം ബോർഡുകളുണ്ട്. അപ്പോൾ ഇവിടെ നീൽക്കാമലിലെ ബോർഡ് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വഴി പോകുന്നത് ചെറിയ റോഡാണ്. അപ്പോൾ ഒരു ചേട്ടൻ എന്തായാലും കൈ കാണിച്ചിട്ടുണ്ട്. പുള്ളി നീൽക്കാമലിലെ സ്റ്റാഫാണ്. ഞാനത് പറയാൻ കാരണം പുള്ളിയുടെ ഷർട്ടിൻ്റെ ആ പോക്കറ്റിൻ്റെ അവിടെ നീൽക്കാമൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വണ്ടി നിർത്തി കൊടുത്തത്. അത് ഇപ്പം പുള്ളി ഉള്ളപ്പോൾ ഒരു സഹായമാവുമല്ലോ, നമുക്ക് ടെൻഷൻ അടിക്കാതെ നേരെ അങ്ങ് പോകാം പുള്ളിയുടെ കൂടെ തന്നെ എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇങ്ങനെ വണ്ടി നിർത്തുന്നതല്ല, ആര് കൈ കാണിച്ചാലും നിർത്തത്തില്ല. നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ് എടുത്തു കഴിഞ്ഞാൽ ഡെസ്റ്റിനേഷൻ എത്തുന്നവരെ നമ്മൾ ഒരു കാരണവശാലും നിർത്തത്തില്ല. അപരിചിതരായുള്ള ആൾക്കാരെ ഒരിക്കലും കയറ്റത്തില്ല. കാരണം ഒന്ന് നമ്മുടെ നാടല്ല, പിന്നെ ആളുകൾ എങ്ങനെയുള്ളവരാണെന്ന് അറിയത്തില്ല. ഇത്രയും വലിയ ലോഡൊക്കെ കമ്പനി നമുക്ക് തന്നു വിടുമ്പോൾ അത് സേഫ്റ്റി ആയിട്ട് എത്തിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ റിസ്ക് ഒന്നും എടുക്കാറില്ല, ആരെയും ഒരു കാരണവശാലും കയറ്റുന്നത്. ഞാനെന്നല്ല, ഒരു ഡ്രൈവർമാരും അങ്ങനെ കയറ്റാറില്ല. പിന്നെ ഇപ്പോൾ കയറ്റിയെന്ന് പറഞ്ഞാൽ പുള്ളി ഞാൻ പറഞ്ഞില്ല, ഷർട്ടിൻ്റെ പോക്കറ്റിൽ നീൽക്കമലിൻ്റെ എംബ്ലം കണ്ട്. എന്തായാലും ഇവിടെ നിന്നൊരു 300 മീറ്ററേ കാണിക്കുന്നുള്ളൂ മാപ്പിൽ. അപ്പോൾ ഇനിയിപ്പോൾ മാപ്പ് നോക്കേണ്ട കാര്യമില്ല, ആ ചേട്ടനുള്ള കാരണം ചേട്ടനുമായിട്ട് സംസാരിച്ചങ്ങ് നേരെ കമ്പനിയിൽ ചെല്ലാം. ലെഫ്റ്റ് സൈഡിൽ ഇൻഡസ്ട്രിയൽ പാർക്ക്, അതായത് കമ്പനികൾ ഒരുപാട് ഉണ്ട്. 1-2 കമ്പനികൾ ഇപ്പോൾ കണ്ട്. റൈറ്റ് സൈഡിൽ ബിൽഡിങ്ങുകൾ, അതായത് താമസത്തിനുള്ള ബിൽഡിങ്ങുകളും അതുപോലെ നമ്മുടെ മാടക്കടകൾ പോലുള്ള മാടക്കടകളില്ലേ, അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ കമ്പനിയിലെ ജോലിക്കാരെയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്നവരായിരിക്കും ഇവിടെ ഉള്ളവരെന്ന്. ഇതൊരു ചെറിയൊരു ഗ്രാമപ്രദേശമാണ്. അതിന് ഇപ്പം ഇങ്ങനെ എന്താ പറയുന്നത്, കമ്പനികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സ്ഥലമുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ കമ്പനികളൊക്കെ ഗവൺമെൻറ് തന്നെ കൊടുത്തിട്ട്, അതായത് വെറുതെ സ്ഥലം കിടക്കത്തില്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ കമ്പനിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ദേ നീൽക്കമൽ ലിമിറ്റഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സെക്യൂരിറ്റി അവിടെ നിന്ന് ആംഗ്യം കാണിച്ചിട്ടുണ്ട് കൈ കൊണ്ട്. അങ്ങോട്ടേക്ക് കയറി വരാനാണ് കാണിച്ചത്. പക്ഷേ നമ്മുടെ ഫ്രണ്ടിലൊരു വണ്ടി കിടപ്പുണ്ട്. നേരെ കാണുന്നതാണ് സെക്യൂരിറ്റി ക്യാബിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു കയറി വാ, അവിടെ നിർത്തണ്ട എന്ന് പറഞ്ഞു. അവിടെ നിൽപ്പുണ്ട്, നീല യൂണിഫോമൊക്കെ ഇട്ടുകൊണ്ട് ഒരു ഏതാണ്ട് പേപ്പറൊക്കെ കൈ പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. എന്തായാലും അങ്ങോട്ട് മാറ്റി നിർത്താനാണ് പറഞ്ഞത്. അവിടെ നിർത്താൻ ഒരു ഗ്യാപ്പില്ലെന്ന് ഞാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യ്, പാർക്കിങ്ങിൽ കൊണ്ട് വണ്ടി ഇട്ടിട്ട് നേരെ വണ്ടിയുടെ RC ബുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, ലൈസൻസും ഒക്കെ ആയിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. എന്തായാലും ഇതുപോലെ നമ്മളെ ലോഡ് കയറ്റാനും അതുപോലെ ലോഡ് ഇറക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്ന വണ്ടികളാണ് ഈ കിടക്കുന്നത്. നമുക്ക് അവിടെ നിർത്താൻ സ്ഥലമില്ലാത്ത കാരണം ഒരു കാര്യം ചെയ്യാം, പാർക്കിങ്ങിൽ കൊണ്ടിടാം. എന്നിട്ട് ലൈസൻസും RC ഒക്കെ ആയിട്ട് വരാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ ട്രാൻസ്പോർട്ടറെ വിളിച്ചിട്ടുണ്ട്. പുള്ളി പറഞ്ഞു സെക്യൂരിറ്റി ക്യാബിനിൽ ചെന്നിട്ട് വിളിക്കാൻ വേണ്ടി പറഞ്ഞു. നമ്മുടെ തന്നെ കമ്പനിയുടെ വേറൊരു വണ്ടിയും കൂടെ അവിടെ കിടപ്പുണ്ട്. പുള്ളി എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ നല്ല ഉച്ചയാണ്, എല്ലാവരും കിടന്ന് തണൽ പറ്റി കിടന്ന് ഉറക്കമായിരിക്കും. ഇപ്പോൾ ശല്യപ്പെടുത്തണ്ട, എന്തായാലും വൈകുന്നേരം ചായ കുടിക്കാൻ നേരത്ത് പോയി വിളിക്കാം. ഇപ്പം ഒരുപാട് വണ്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് ലോഡ് കയറ്റിയിട്ടും ലോഡ് ഇറക്കാനും ഒക്കെ ആയിട്ട് വണ്ടികളാണ് ഈ കിടക്കുന്നതെല്ലാം. പിന്നെ അവരുടെ സ്റ്റാഫ് ബസ്സുകൾ, നീൽക്കമലിൻ്റെ തന്നെ സ്റ്റാഫ് ബസ്സുകൾ നമുക്ക് സൈഡിലായിട്ട് കിടക്കുന്ന കാണാം. പിന്നെ അവരുടെ തന്നെ സ്റ്റാഫിൻ്റെ വണ്ടി, ബൈക്കുകളും എല്ലാം പാർക്ക് ചെയ്യാൻ വേണ്ടി അതിന് പ്രത്യേക സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ എന്തായാലും ഈ ഒരു ഗ്യാപ്പ് കിട്ടി. ഈ ഗ്യാപ്പിലേക്ക് നമുക്ക് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാം. എന്നിട്ട് RC ബുക്കും ലൈസൻസ് പിന്നെ എന്തോ പറഞ്ഞ് കമ്പനിയുടെ പാൻ കാർഡ് അതുമായിട്ട് ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും നമുക്ക് സെക്യൂരിറ്റി ക്യാബിന് ചെല്ലാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ. കണ്ടോ, വലിയൊരു ഗ്രൗണ്ടാണ്, നല്ല ടാറൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ്. ഇതെല്ലാം വണ്ടികളെല്ലാവരും റെസ്റ്റിലാണ്, എല്ലാ വണ്ടിക്കാരും കിടന്ന് ഉറക്കമാണ്. പിന്നെ ചിലരൊക്കെ ലോഡ് കയറ്റാൻ വേണ്ടി അവരെ സെക്യൂരിറ്റി ക്യാബിനെ വിളിക്കുമ്പോൾ ആ വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നു. ചില വണ്ടികളൊക്കെ ഉണ്ട് ലോഡ് അവിടുത്തെ മെറ്റീരിയൽസ് കയറ്റിയിട്ട് വന്നതാണ്. അതായത് ഇത് ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ, ഇപ്പോൾ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന് ഓരോ മെറ്റീരിയൽസ് ആവശ്യമല്ലേ. അപ്പോൾ അതിൻ്റെ അസംസ്കൃത വസ്തുക്കൾ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ സാധനം കയറ്റിയിട്ട് ഇങ്ങോട്ട് കമ്പനിയിലേക്ക് വന്ന വണ്ടികളാണ് ചില വണ്ടികളെന്ന് പറഞ്ഞാൽ. ചിലത് ഇവിടുന്ന് ലോഡും കയറ്റിയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നമ്മളെപ്പോലെ തന്നെ പോകുന്ന വണ്ടികളാണ്. അപ്പോൾ ഇതാണ് അവരുടെ പാർക്കിംഗ് ഏരിയ. നല്ല വൃത്തിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ.
നമുക്ക് ഡ്രൈവർമാർക്ക് കുളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അതുപോലെ ബാത്റൂം ടോയ്ലറ്റ് നല്ല വൃത്തിയുള്ളതാണ്. പിന്നെ പൈപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് കുക്ക് ചെയ്യാനുള്ള വെള്ളമൊക്കെ അവിടെ നിന്ന് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനത് വരുന്ന വഴിക്ക് കണ്ടായിരുന്നു. നമ്മുടെ ഈ പോകുന്നതിൻ്റെ അവിടെ നിന്ന് ആ ചെറിയ ദോസ്ത് കിടക്കുന്നില്ല, അതിൻ്റെ ആ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് ടോയ്ലറ്റ് കോംപ്ലക്സും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഡ്രൈവർമാരൊക്കെ നല്ല ഉറക്കത്തിലാണ്. ഒരുപാട് ദൂരം സഞ്ചരിച്ച് വന്നല്ല. അതുപോലെ നല്ല വെയിലാണ് ഈ തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നല്ല വെയിലാണ്. സാധാരണ ഈ ശൂളഗിരി, കൃഷ്ണഗിരി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് തണുപ്പൊക്കെ ഉള്ള ഏരിയയാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ട് മഞ്ഞൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇപ്പം നല്ല ചൂടാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ. എന്തായാലും നമുക്ക് നമ്മുടെ സെക്യൂരിറ്റി ക്യാബിനിലേക്ക് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ എന്തായാലും അവിടെ ചെന്നിട്ട് ട്രാൻസ്പോർട്ടർ ഒന്ന് വിളിച്ച് നോക്കാം. അപ്പോൾ പുള്ളി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സെക്യൂരിറ്റിയോട് പറഞ്ഞോളും. അപ്പം ഇതാണ് അതിൻ്റെ ഇത് എൻട്രൻസ് സൈഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ എന്തായാലും വെളിയിലോട്ട് വന്നപ്പം ചുമ്മാ ഒന്ന് എടുത്താണ്. ഇതാണ് ആ കമ്പനിയുടെ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ അവിടെ ട്രാൻസ്പോർട്ടറെ വിളിച്ചിട്ട് സെക്യൂരിറ്റി ഓഫീസറെ കൊടുത്ത് അപ്പോൾ അവർ തമ്മിൽ സംസാരിച്ച് പറഞ്ഞാൽ എൻ്റെ കാര്യം എന്തായാലും വേഗം നടന്നു. ഈ ഡ്രൈവർമാരെല്ലാം ഇതുപോലെ തന്നെ ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ് ഇവരെല്ലാം എന്ന് പറഞ്ഞാൽ. എൻ്റെ ട്രാൻസ്പോർട്ടർ എന്തായാലും അവിടെ സ്ഥിരമായിട്ടുള്ള ട്രാൻസ്പോർട്ടർ ആയത് കാരണം പുള്ളിക്കാരൻ ആ സെക്യൂരിറ്റിയെ വിളിച്ച് ഫോൺ കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാവരും എന്തായാലും വളരെ വേഗം വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല. പെട്ടെന്ന് തന്നെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തു. ചെന്നൈക്കുള്ള ലോഡാന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു വണ്ടിയെ പോയിരുന്നു, ഇത് ലോഡാകുമ്പം അല്ലെങ്കിൽ ആ ഡോക്കിൽ ഇപ്പം മറ്റ് വണ്ടികളൊക്കെ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് ലോഡ് കയറ്റി കഴിഞ്ഞ ശേഷം അവിടെ ഗ്യാപ്പ് വന്നു കഴിയുമ്പം നിങ്ങളെ ഫോണിൽ വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ വണ്ടിയിൽ പോയി ഇരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് നീലക്കമലിൻ്റെ സ്റ്റാഫ് ബസ്സുകൾ കിടക്കുന്നുണ്ട്, ഒരുപാട് ബസ്സുകളുണ്ട് നിരന്ന് കിടക്കുന്നുള്ളൂ. ഇവിടെ ഷിഫ്റ്റാണല്ലോ എല്ലാം. ഇതുപോലുള്ള വലിയ കമ്പനികളിലൊക്കെ ഷിഫ്റ്റ് ആയിരിക്കുമല്ലോ ജോലി എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഷിഫ്റ്റ് കഴിയുമ്പോൾ ഓരോ ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടി ആണ് ആ ബസ്സുകളൊക്കെ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളെ വിളിച്ചിരിക്കുകയാണ്, സെക്യൂരിറ്റി വിളിച്ചിട്ട് പറഞ്ഞു ഡോക്ക് നമ്പർ 806 ചെല്ലാൻ വേണ്ടി പറഞ്ഞു. ഡോക്ക് നമ്പർ 806 വണ്ടി ചെല്ലാൻ വേണ്ടി. അപ്പോൾ അവിടെ ബോർഡുണ്ട്, അത് നോക്കി പോയാൽ മതി എന്നാണ് പുള്ളി പറഞ്ഞു. ഞാനതിൽ ആദ്യമായിട്ടാണ് ഈ കമ്പനി വരുന്നത്. നമ്മുടെ വണ്ടി തന്നെ ഒരെണ്ണം അവിടെ കിടപ്പുണ്ട്. അങ്ങനെ നല്ല ഉറക്കമാണ് അവിടെ കിടന്നോട്ടെ. പാവം നല്ല ഒരു ബോധം കെട്ട് കിടന്നുറങ്ങാൻ തുടങ്ങി, അതുപോലെ കിടന്നുറങ്ങാണ്. അതുകൊണ്ടാണ് ഞാൻ ശല്യപ്പെടുത്താതെ വന്നത്. അപ്പോൾ ഇവിടുന്ന് ഈ മെയിനിലേക്ക് ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാലാണ് 806 എന്ന് പറയുന്നത്. അവിടെ ബോർഡും വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, ഓരോ ഡോക്കിലേക്കുള്ള ബോർഡുണ്ട്. അപ്പോൾ 806, 810 വരെയൊക്കെ ഡോക്കുള്ളതെന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് ആലോചിക്കുക എന്തുമാത്രം വലിപ്പം ഉണ്ടെന്ന് ആ കമ്പനിക്ക്. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ ബെഡ് വെച്ചേക്കുന്നുണ്ട്, ബെഡ് കയറ്റിയാണ്. ചില വണ്ടികൾ ബെഡ് കയറ്റിയാണ്. അപ്പം അതിൻ്റെ വെളിയിൽ വെച്ചേക്കുന്ന ബെഡിൻ്റെ മെറ്റീരിയൽസ് ഇല്ലേ, നമ്മുടെ ബെഡിൻ്റെ മെറ്റീരിയൽസ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് അവിടെ വെച്ചിട്ടുണ്ട്. അതൊരു ബെഡിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇതുപോലെ ഓരോ ഐറ്റംസിനും കസേര ആയിക്കോട്ടെ, മറ്റ് പ്ലാസ്റ്റിക് ബോക്സുകൾ, അതുപോലെ നമ്മൾ നിത്യോപയോഗമായിട്ട് അടുക്കളയിൽ ഉപയോഗിക്കുന്നതോ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനത്തിനും ഓരോരോ യൂണിറ്റുകളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ മറ്റേ മീനിൻ്റെ പെട്ടികളില്ല, നമ്മുടെ നാട്ടിൽ മീനിൻ്റെ പെട്ടികൾ കണ്ടില്ല, മീൻ വരുന്നതും പച്ചക്കറി വരുന്ന നാട്ടിലെ പെട്ടികൾ അതവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെന്ന് തോന്നുന്നു. അവിടെ എന്തായാലും നമുക്ക് ഇവിടുന്ന് റൈറ്റിലേക്കാണ് 806 കാണിക്കുന്നത്. അപ്പോൾ 806 ഡോക്കൊക്കെ ഉള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ആലോചിക്കാം കമ്പനിയുടെ വലിപ്പം എന്തുമാത്രം ഉണ്ടെന്ന് തന്നെ നമുക്ക് ആലോചിക്കാം. അപ്പോൾ അത്രയ്ക്ക് വലിയൊരു കമ്പനിയാണ് നീൽക്കമൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഈ വഴി നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലാം. ഇവിടെ ഫർണിച്ചറൊക്കെ ഇത് ഈ ടാർപോളിലിട്ട് മൂടി വെച്ചിട്ടുണ്ട്. അതൊന്നെങ്കിൽ ഡാമേജ് ആയതോ അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം അവിടെ സ്ഥലം തികയാതെ വരുമ്പോഴും എടുത്ത് വെക്കുന്നത്. പക്ഷേ അതൊക്കെ എത്രയും വേഗം തന്നെ വണ്ടിയെ കയറി പോകുന്നുണ്ട്. ഇവിടെ എല്ലാം വണ്ടികൾ നോർത്ത് ഇന്ത്യൻ വണ്ടികളാണ് കൂടുതലും കിടക്കുന്നത്. തമിഴ്നാട് വണ്ടികൾ ഒരെണ്ണമുണ്ട് ഇപ്പോൾ തമിഴ്നാട്, ബാക്കി മുഴുവനും ഇതുപോലെ മഹാരാഷ്ട്ര അങ്ങോട്ടേക്കുള്ള വണ്ടികളാണ് കൂടുതലും കിടക്കുന്നതെന്ന് പറഞ്ഞാൽ. കണ്ടോ, അവരെല്ലാവരും ലോഡ് കയറ്റിക്കൊണ്ടിരിക്കും. എല്ലാം 32 ഫീറ്റ് 34 ഫീറ്റ് വണ്ടികളാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ ഈ 20 ഫീറ്റ് വണ്ടി, ഒരു കുഞ്ഞു വണ്ടി വന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ അവിടെ 806 ലോഡ് കയറ്റാൻ പിടിച്ചിരിക്കുന്നു. എല്ലാ ഡോക്കും ഫുള്ളാണ്, എല്ലാ ഡോക്കിലും ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ലോഡിങ് ഭയങ്കര ഫാസ്റ്റായിട്ട്, മറ്റ് സ്ഥലങ്ങളിലെ പോലെ സ്ലോ ഒന്നുമില്ല. ബംഗാളി ആൾക്കാർ അല്ല ഹിന്ദിക്കാരാണ് കൂടുതൽ ഇവിടെ ലോഡ് കയറ്റുന്നത് പറഞ്ഞാൽ. വളരെ ഫാസ്റ്റാണ്. അതായത് ഇപ്പം തന്നെ എൻ്റെ വണ്ടി പകുതിയോളമായി ലോഡ് കയറ്റി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ അരമണിക്കൂറിനുള്ളിൽ എന്തായാലും അവിടെ നിന്ന് ലോഡ് കയറ്റി കഴിഞ്ഞാൽ, അപ്പോൾ അവിടെ നിന്ന് ലോഡ് കയറ്റി ഫുള്ളായില്ല, പകരം ഇനി ബാലൻസ് ലോഡും കൂടെ ചെന്നൈക്ക് കയറ്റാനുണ്ടെന്ന് പറഞ്ഞു. അതപ്പോൾ 404 എന്ന് പറയുന്ന ഡോക്കിലേക്ക് ചെല്ലാനാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ 806 നമ്മൾ കയറ്റിയിട്ട് ഇനി 404 പോകണം. അപ്പം 404 ഞാൻ ചോദിച്ചപ്പോൾ ഇതിൻ്റെ നേരെ ബാക്ക് സൈഡിലാണെന്ന് പറഞ്ഞത്. ബാക്ക് സൈഡിൽ അവിടെ ബോർഡ് ഉണ്ടെന്നാണ് ആ ചേട്ടൻ എന്നോട് പറഞ്ഞത്. സെക്യൂരിറ്റി അല്ല, അവിടെ നമ്മുടെ ഒരു ബായി ഉണ്ട്, ലോഡ് കയറ്റുന്ന ബായി, അയാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ അവന്മാരെല്ലാം പുറകെ കയറി ഇരിപ്പുണ്ട്. എൻ്റെ വണ്ടിയുടെ പുറകിൽ ഡോർ ഓപ്പൺ ആണ് ഇപ്പോഴും. അതിൻ്റെ ബാക്ക് സൈഡിൽ അവന്മാർ കയറി ഇരിപ്പുണ്ട്. സൂപ്പർവൈസറും ഉണ്ട്,
ബോക്സുകളുണ്ട്, ഈ മീനിൻ്റെ ബോക്സ്, പാല് വെക്കുന്ന ബോക്സ്, അതുപോലെ പച്ചക്കറി വെക്കുന്ന ബോക്സുകളൊക്കെ നിരത്തി വെച്ചേക്കുന്നുണ്ടോ. ഇതൊക്കെ അവിടെ ഉണ്ടാക്കിയതിന് ശേഷം അങ്ങനെ അവർ നിരത്തി വെച്ചേക്കണം. ഏതെങ്കിലും വണ്ടിക്ക് കയറി പോകാനുള്ള ലോഡായിരിക്കും, ഒരു വണ്ടിക്ക് തന്നെ ഉള്ള മാത്രമായിട്ട് ഇവരെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ലോഡാണെന്ന് തോന്നുന്നു കണ്ടിട്ട് കേട്ടോ. അതായത് നമുക്ക് വണ്ടി ബാക്കിലോട്ട് ഇട്ടതിന് ശേഷം ആ ബോക്സൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടി. സാധാരണ നമ്മുടെ നാട്ടിൽ മീനിൻ്റെ ബോക്സൊക്കെ കണ്ടില്ലേ, കളറൊക്കെ പോയി ചെളിയൊക്കെ പിടിച്ചിരിക്കുന്ന ബോക്സ് ഉണ്ട്. പക്ഷേ ഇത് കണ്ടിട്ട് ഇതിൻ്റെ അത് എനിക്ക് തോന്നുന്നു എന്താ പറയുക, നല്ല മനോഹരമായിട്ടുള്ളത്. അത്രയ്ക്ക് നല്ല രീതിയിൽ നല്ല കളറും ഉണ്ട്, അതുപോലെ നല്ല ഒരു ചെളി പോലും പറ്റാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം. എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടി റിവേഴ്സ് ഇട്ട് കൊടുക്കാം, അവരെന്നിട്ട് ലോഡ് കയറ്റട്ടെന്ന്. അപ്പോൾ ഞാൻ വണ്ടി അവിടെ 404 ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാണ് എൻ്റെ വണ്ടി കിടക്കുന്നുണ്ടോ. ഓരോ മെറ്റീരിയൽസും അവിടെ വെച്ചേക്കുന്നുണ്ടോ. ഇരിക്കുന്ന ആ കവറിൻ്റെ അകത്തിരിക്കുന്ന എല്ലാം കസേര, നമ്മുടെ ഈ ഓഫീസിലൊക്കെ ഇങ്ങനെ റൊട്ടേഷൻ്റെ ചെയറില്ല, അതാണ് അത് കവറിൻ്റെ അകത്തിരിക്കുന്നത്. ഇതിന് മീനിൻ്റെ ബോക്സ് ഉണ്ടോ, മീനിൻ്റെ ബോക്സ് അതാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ. ഇത് മുഴുവനും എനിക്ക് തോന്നുന്ന കൂടിയ ഐറ്റംസ് ആയിരിക്കും, അതാണ് ഇങ്ങനെ ഇതിൻ്റെ അകത്ത് വെച്ചേക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കസേര, പ്ലാസ്റ്റിക് കസേരകൾ അവിടെ ഇരിപ്പുണ്ട്. ഈ സെക്ഷൻ മുഴുവനും ഇതുപോലെ കസേരകളും അതുപോലെ നമ്മുടെ ഈ മീനിൻ്റെ ബോക്സ്, പിന്നെ അപ്പുറം കണ്ടോ ഈ പച്ചക്കറിയൊക്കെ ഇട്ട് വെക്കുന്ന ബോക്സ് ഉണ്ടല്ലോ, നല്ല മനോഹരമായിട്ടുള്ള ബോക്സുകളാണ് ഇവിടെ ഉള്ളതാണ്. ഇതൊക്കെ ബൾക്കായിട്ടുള്ള ഓർഡറുകളായിരിക്കും, ബൾക്കായിട്ടുള്ള ഓർഡറുകളാണ്. മെയിൻ ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. കസേരകളുണ്ട്, പല ടൈപ്പ് സ്റ്റീലിൻ്റെ കസേരകളൊക്കെ ഇരിക്കുന്നുണ്ട്, സ്റ്റീലിൻ്റെ കസേരയുണ്ട്. അപ്പം അതിൻ്റെ ഇതിനെല്ലാം ഓരോന്നും ഉണ്ടാക്കുന്നത് ഓരോ യൂണിറ്റിലാണ്. എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ ബാലൻസ് ഉള്ളത് കസേര കയറ്റി നിറയ്ക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ. ബാക്ക് സൈഡിൽ അവർ കസേരയൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് നേരം എന്തായാലും വണ്ടിയെ പോയിരിക്കാം. അങ്ങനെ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞിരിക്കുകയാണ്. ലോഡ് കയറ്റിയിട്ട് വണ്ടി അവിടെ വെച്ച് അടയ്ക്കാൻ വേണ്ടി പറ്റത്തില്ല, നമ്മുടെ അവിടെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ അവിടെ 2 സൈഡിൽ മുട്ടും. ഇതുണ്ടോ കസേര കയറ്റി നിറച്ചിരിക്കുകയാണ്. ഫ്രണ്ടിൽ എന്തോ ഐറ്റംസ് ഒക്കെ കയറ്റിയിട്ടുണ്ട്, ബാക്ക് സൈഡിൽ മുഴുവനും കസേര കയറ്റി അവരിങ്ങനെ നിറച്ചിരിക്കുകയാണ്. മാത്രമല്ല ഒരു ടാഗ് തന്നിട്ടുണ്ട്, ഈ ടാഗ് ഇടണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ ടാഗിൻ്റെ നമ്പർ അവർ നോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ടാഗ് നമ്മൾ ഇറക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ ചെക്ക് ചെയ്യും, ടാഗ് ഇത് പൊട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഡാമേജ് പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് ആ ടാഗ് കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം അതേ നമ്പറുള്ള ടാഗ് തന്നെയാണ് അവിടെ ചെല്ലുന്നത്, അതൊക്കെ ഉറപ്പ് വരുത്തേണ്ടത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് നമ്മൾ എന്തായാലും നമ്മുടെ വണ്ടിയിൽ ഇട്ടിട്ട് അത് ടാഗ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ടാഗ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇത് ഇറക്കുന്ന സ്ഥലം വരെ ഇതുപോലെ തന്നെയായിരിക്കും, ഒരു കാരണവശാലും യാതൊരു ഡാമേജോ കാര്യങ്ങളോ ഇല്ലാതെ അവിടെ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ചുമതല എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടുന്ന് ഈ ടേപ്പ് നമ്മുടെ ടയറിൽ ഒട്ടിപ്പിടിച്ച് എന്തായാലും അത് എടുത്ത് കളയട്ടെ. അപ്പോൾ ഞാൻ ബില്ലിൻ്റെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇപ്പോൾ ആവത്തില്ല, വൈകിട്ടത്തേക്ക് ബില്ലാകത്തുള്ളൂ, എന്തായാലും പാർക്കിങ്ങിൽ പോയി കിടന്നോ, നിങ്ങളെ വിളിച്ചാൽ പോലെ തന്നെ ആ നമ്പറിൽ കൊടുത്തേക്കുന്ന ഫോൺ നമ്പറിൽ വിളിക്കും. അപ്പോഴേക്കും വന്ന് ഏത് ഡോക്കിലാണോ ബില്ല് ആവുന്നതെന്ന് പറയും. അപ്പോൾ അവിടെ വന്നതിന് ശേഷം ബില്ല് വാങ്ങിച്ചിട്ട് പിന്നീട് വീണ്ടും സെക്യൂരിറ്റി റൂമിൽ ചെന്ന് അവിടെ നിന്ന് അത് വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷമേ ഉള്ളൂ നമുക്ക് വെളിയിൽ പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ 2 തവണ നമുക്ക് ബില്ലുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വരും. അത് എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ട്രാൻസ്പോർട്ടറെ ഞാൻ വിളിച്ചിട്ടുണ്ട്, പുള്ളിക്കാരൻ തന്നെ എല്ലാം ഡീൽ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. എന്തായാലും നല്ലൊരു മനുഷ്യനാവട്ടെ, നല്ല സഹകരണമുള്ളൊരു വ്യക്തിയാണ്. ഇത് നമ്മുടെ വണ്ടി കുറച്ച് മുമ്പേ കണ്ട വണ്ടിയില്ല, അതാണ് ഇവിടെ ഇപ്പോൾ ലോഡ് കയറ്റുന്നത്. അത് എങ്ങോട്ടേക്കാണെന്ന് അറിയത്തില്ല, അതും ചെന്നൈക്ക് തന്നെയായിരിക്കും. അതും റൈറ്റ് സൈഡിൽ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുറച്ചുകൂടെ കഴിഞ്ഞ് നമുക്ക് പാർക്കിങ്ങിലൊക്കെ കഴിഞ്ഞ് വണ്ടി കൊണ്ട് ഇട്ടതിന് ശേഷം വൈകുന്നേരം ചായ കുടിക്കാൻ പോകാൻ നേരത്ത് ആ ചേട്ടനെ പോയി പരിചയപ്പെടാം. പുതിയ ഡ്രൈവറാണെന്ന് തോന്നുന്നു, ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ആ മനുഷ്യനെ, ആ ചേട്ടനെ ഞാൻ ഇതുവരെ കണ്ടില്ല. ഇതാണ് അതിൻ്റെ ഈ ഗ്ലാസ് ഇട്ട ബിൽഡിങ് കണ്ടിട്ട് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും ഓഫീസോ സംഭവങ്ങളോ ആണെന്ന് തോന്നുന്നു കേട്ടോ. ബാക്കിയെല്ലാം ഇതുപോലെ സാധാരണ ഡോക്കുകളാണ്, ആണെന്ന് തോന്നുന്നു അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ഓഫീസുകളിൽ അതാണെന്ന് തോന്നുന്നു. ബിസിനസ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന അവിടെ നിന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടി പാർക്കിങ്ങിൽ കൊണ്ടിടാം. പാർക്കിങ്ങിൽ കൊണ്ടിട്ടതിന് ശേഷം കുറച്ച് നേരം വണ്ടിയിൽ വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നല്ല ചൂടാണ്, ഒന്ന് ഉറങ്ങിയേക്കാം. കാരണം നൈറ്റ് ബില്ലാവത്തുള്ളതെന്ന് പറഞ്ഞത്. നൈറ്റ് ആവുകയാണെങ്കിൽ എന്തായാലും നൈറ്റ് ചിലപ്പോൾ ഫുള്ള് ഓടേണ്ടി വരും. എമർജൻസി ലോഡൊന്നും ആയിരിക്കത്തില്ല, ഈ ഫർണിച്ചറൊന്നും അങ്ങനെ എമർജൻസി ലോഡ് വരാറില്ല. അതുകൊണ്ട് നമുക്ക് ടൈം എടുത്ത് ഓടാം, കുഴപ്പമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു നിശ്ചിത സമയമുണ്ടല്ലോ, നമുക്കറിയാം ലോഡ് എത്തുന്ന സമയം അറിയില്ല, ആ സമയത്തിനുള്ളിൽ എത്തിച്ചാൽ മതി. എന്നിരുന്നാലും നല്ല ചൂടാണ്, വീടിയിൽ എല്ലാ വണ്ടിക്കാരും ഉറക്കത്തിലാണ്. അപ്പോൾ എൻ്റെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം തപ്പി ഞാൻ നിർത്തിയാണ്. എന്തായാലും ലെഫ്റ്റിലോട്ട് പോയി നമ്മൾ ആദ്യം ഇട്ട സ്ഥലത്ത് തന്നെ പാർക്ക് ചെയ്യുക, അവിടെയേ ഉള്ളൂ സ്ഥലം. എന്നിട്ട് വണ്ടിയിൽ കിടന്ന് ഒരു 2-3 മണിക്കൂർ കിടന്ന് ഉറങ്ങാം. എങ്ങാനും നൈറ്റിലെ ബില്ല് ആവത്തുള്ളെങ്കിൽ ചിലപ്പോൾ പറയാണ് അർജൻറ്റാണ്, നാളെ ചിലപ്പം
ബില്ല് കിട്ടിയിരിക്കുകയാണ്. മണി ഇപ്പം 6 മണി കഴിഞ്ഞ്, സമയം 6 മണി കഴിഞ്ഞ് ബില്ല് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ബില്ലുമായിട്ട് ഇനി ചെന്നൈയിലേക്ക് നമ്മുടെ യാത്ര നമ്മൾ നീൽക്കമലിൽ നിന്ന് തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും ഇന്ന് രാത്രിയിൽ അർജൻറ്റ് ലോഡ് അല്ലെന്നാണ് ഞാൻ ട്രാൻസ്പോർട്ടറെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്. എന്നാലും നാളെ ഒരു വൈകുന്നേരത്തിനുള്ളിൽ അവിടെ ചെന്നാൽ മതി എന്നാണ് എന്നോട് പറഞ്ഞത്. രാവിലെ ചെല്ലുവാണെങ്കിൽ അത്രയും നല്ലത്. എന്നാലും നമുക്ക് ഒരു ഉച്ചയോടുകൂടി ചെല്ലാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്തായാലും നൈറ്റ് എനിക്ക് എന്തായാലും ഇനിയിപ്പോൾ വണ്ടിക്ക് ഗ്യാസ് വണ്ടിയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ വണ്ടി ഗ്യാസ് വണ്ടിയാണ്, ഗ്യാസ് അടിക്കണം. അതുപോലെ ഇത്രയും ചൂട് ഭയങ്കരമായിട്ട് ടയേർഡാണെന്ന്. നമ്മൾ പോകുന്ന വഴിക്ക് കൃഷ്ണഗിരിയിലൊരു നമ്മൾ സ്ഥിരം നിർത്തുന്ന ഒരു പമ്പുണ്ട്. അപ്പോൾ ആ പമ്പിൽ നിർത്തിയിട്ട് ഒന്ന് ഫ്രഷ് ആണ്. അവിടെ ആകുമ്പോൾ നമുക്ക് കുളിക്കാനും അലക്കാനൊക്കെ സൗകര്യമുണ്ട്. അവിടുത്തെ ചേട്ടന്മാരുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പോൾ അവിടുന്ന് ചില സമയത്തൊക്കെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ചാണ് ചിലപ്പോൾ ഫുഡ് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ. അവിടുത്തെ പമ്പിലെ ചേട്ടന്മാർ ചിലപ്പോൾ നൈറ്റ് അവരെയും കൂടെ കൂട്ടിയിട്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി അതൊരു രസമാണ്. സാധാരണ പമ്പുകളിലൊന്നും അങ്ങനെ ഗ്യാസ് വെച്ചിട്ട് ഫുഡ് കുക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല. എന്നാലും ഇവരുമായിട്ട് നല്ല കമ്പനി ആയ കാരണം അവർ നമ്മളെ കൂടെ എല്ലാം കൂടി എല്ലാവരും ഒരുമിച്ച് ഫുഡൊക്കെ കഴിക്കുന്നത് ആണ് ആ പമ്പിൽ നിന്ന്. അപ്പോൾ എന്തായാലും ഇനി ആ പമ്പിലേക്ക് പോകും. ഇവിടുന്ന് എങ്ങനെ പോയാലും എനിക്ക് തോന്നുന്നൊരു 10-15 കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു അങ്ങോട്ടേക്കെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടിയുടെ മുമ്പിലുള്ള ഈ വണ്ടികളെല്ലാം ഇതുപോലെ നമ്മളെപ്പോലെ ബില്ല് കാത്ത് കിടക്കുന്ന വണ്ടികളാണ്. പക്ഷേ നമ്മുടെ ട്രാൻസ്പോർട്ടർ ഞാൻ പറഞ്ഞില്ലേ ഒരു നല്ല മനുഷ്യനായത് കാരണം വെയിറ്റ് ചെയ്യിച്ചില്ല. പെട്ടെന്ന് തന്നെ, അതായത് പെട്ടെന്നെന്ന് പറഞ്ഞാൽ നമ്മളെ അങ്ങോട്ടേക്ക് സെക്യൂരിറ്റി റൂമിലേക്ക് വിളിക്കാതെ കൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരു സെക്യൂരിറ്റിയെ ഏർപ്പാടാക്കിയിട്ട് ബില്ലുമായിട്ട് നമ്മുടെ വണ്ടിയിലേക്ക് തന്നെ കടത്തിവിടും. സാധാരണ സെക്യൂരിറ്റി വിളിക്കുമ്പം നമ്മൾ ഈ സെക്യൂരിറ്റി റൂമിൽ ചെന്നിട്ട് ബില്ല് മേടിച്ച് അവിടെ അത് വെരിഫൈ ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്ത് പിന്നീട് രണ്ട് സെക്യൂരിറ്റിമാരെ വെരിഫൈ ചെയ്ത് ഒരാൾ വണ്ടി എടുത്തുകൊണ്ട് വന്നതിന് ശേഷം വണ്ടിയെ വന്ന് നോക്കും എക്സ്ട്രാ സാധനങ്ങളും എല്ലാം കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അതായത് ക്യാബിനിൽ വന്ന് നോക്കും. ബാക്ക് എന്തായാലും സീൽഡാണല്ലോ. അതൊക്കെ വെരിഫൈ ചെയ്ത ശേഷമേ പുറത്ത് പോകാൻ പറ്റുള്ളൂ. എന്തായാലും അതൊന്നും നമുക്ക് ഉണ്ടായില്ല. നമ്മളെ ഒരു സെക്യൂരിറ്റിനെ പ്രത്യേകമായിട്ട് പറഞ്ഞ് ഏൽപ്പിച്ച് അവൻ തന്നെ ബില്ല് തന്നെ കൊണ്ട് തന്ന് ഉണ്ടോ നമ്മുടെ വണ്ടി നമ്പരൊക്കെ എഴുതി ഇനി പൊക്കോളാൻ വേണ്ടി പറഞ്ഞ് വെയിറ്റിംഗ് വന്നില്ല. ആ സെക്യൂരിറ്റി ക്യാമ്പിൽ ഇപ്പോഴും മറ്റ് ഡ്രൈവർമാരൊക്കെ വന്ന് നിൽപ്പുണ്ട്. എൻ്റെ മുമ്പേ പോകുന്ന ഒരു ഗ്യാസ് നിറച്ച വണ്ടിയാണ്. ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയൽ ഗ്യാസുകളില്ലേ, അതായത് ഈ പ്രൊഡക്ഷനായിട്ടുള്ള ഉപയോഗിക്കുന്ന ഗ്യാസുകളില്ലേ, അത് നിറച്ചൊരു വണ്ടിയാണ്. അതവിടെ ലോഡ് ഇറക്കിയിട്ട് പോവുകയാണ്. എന്തായാലും സമയം 6:30 ആയി. നമുക്ക് എന്തായാലും ഇനി നേരെ കൃഷ്ണഗിരിയിലേക്ക് പോകാം. ഒരുപാട് വണ്ടികളുണ്ടല്ലോ, അതൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പമ്പ് ഇതാണ്, നമ്മുടെ കൃഷ്ണഗിരിയിലെ പമ്പിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിക്ക്
ഗ്യാസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, CNG ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞാൻ ഇവിടെ വന്നതാണ്. പക്ഷേ ഇന്നലെ വൈകിട്ട് വന്നപ്പം നമുക്കിവിടെ ഗ്യാസ് സ്റ്റോക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇന്നലെ ഗ്യാസ് ഫില്ല് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് വരത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ട്രാൻസ്പോർട്ടറെ വിളിച്ച് പറഞ്ഞു, എൻ്റെ കമ്പനിയും വിളിച്ച് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, ഇന്ന് വൈകിട്ടത്തേക്ക് ലോഡ് എത്തിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ രാവിലെ ഗ്യാസ് വന്നിട്ടുണ്ട്. ഗ്യാസ് വന്നതിന് ശേഷം അവിടെ വണ്ടി നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്യാസ്. അപ്പം നമ്മുടെ വണ്ടിയിലും അവർ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് നിറയ്ക്കുന്നത് നമ്മുടെ വണ്ടിയാണ് ഇപ്പോൾ ഗ്യാസ് വന്നതിന് ശേഷം. നിങ്ങൾക്ക് അവിടെ കാണാം CNGയുടെ വണ്ടി അവിടെ കിടന്നിട്ട് ലോഡ് ഇറക്കുന്നുണ്ട്. അപ്പോൾ CNGയുടെ പ്രത്യേകമായി കെട്ടിത്തിരിച്ച ഒരു ഏരിയയാണ് ഇതെന്ന് പറഞ്ഞാൽ. അങ്ങ് അവിടെ ബസ്സുകളൊക്കെ നൈറ്റ് വന്ന് പാർക്ക് ചെയ്ത വണ്ടികളൊക്കെ അവിടെ കിടപ്പുണ്ട്. ഇതാണ് CNG ഫില്ല് ചെയ്യുന്ന വണ്ടിയും അത് ഫില്ല് ചെയ്യുന്ന ടാങ്കും എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ ഫില്ല് ചെയ്യുന്ന ശേഷമാണ് നമ്മുടെ വണ്ടിയിലേക്ക് ഈ മെഷീനിലൂടെ ഫില്ല് ചെയ്യുന്നത്, അവർ വീണ്ടും ഫില്ല് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങ് കാണുന്നതാണ് നമ്മൾ കുളിക്കുന്ന ഏരിയയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല, ടാങ്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു വലിയൊരു പമ്പാണ്. ഇവിടുത്തെ ചേട്ടന്മാരെല്ലാം വളരെ സഹകരണമുള്ളവരാണ്. നമ്മുടെ വണ്ടിക്കാരൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഇവിടെ നല്ല ടോയ്ലറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കുളിക്കാനുള്ള സൗകര്യമുണ്ട്, അലക്കാനുള്ള സൗകര്യമുണ്ട്, വൃത്തിയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതുണ്ട് 88 രൂപയാണ് ഇവിടെ നമുക്ക് CNG ഗ്യാസിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക. ഏകദേശം ഒരു 15-20 മിനിറ്റോളം പിടിക്കും ഗ്യാസ് നിറയ്ക്കാൻ വേണ്ടി. നിറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ അത് നോസിലൊക്കെ കട്ട് ചെയ്തതിന് ശേഷം വണ്ടി അവിടെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അവർ നമുക്ക് യാതൊരു ശല്യം അവർ ചെയ്തു. സ്ഥിരം വണ്ടി ആയത് കാരണം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ മതിലിൻ്റെ പുറകിലാണ് ടാങ്ക് കെട്ടിയിരിക്കുന്നത്. ഇവിടെ എല്ലാം കാട് പിടിച്ച് അങ്ങ് ദൂരെ കാണുന്ന കൃഷ്ണഗിരിയുടെ മലനിരകളൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടാങ്ക് എന്ന് പറഞ്ഞാൽ. ഇവിടെ നമുക്ക് അലക്കാം. കുളിച്ച് ഓരോരുത്തർ വെച്ചിട്ട് പോയ സോപ്പൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അത് സ്ഥിരം ആൾക്കാരായിരിക്കും, അവർ വൈകുന്നേരം വരും. ഉണ്ടോ, നല്ല വെള്ളമാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഗ്യാസ് ഫില്ല് ചെയ്യുന്ന സമയം കൊണ്ട് ഞാനൊന്ന് കുളിക്കണം. കാരണം ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ഡ്രൈവാണ്, ഇടയ്ക്ക് ഉച്ചയ്ക്ക് കുളിക്കാൻ സമയം കിട്ടത്തില്ല. ലോഡ് അവിടെ വൈകുന്നേരം എത്തിക്കേണ്ടതുണ്ട്. അപ്പം നമ്മുടെ ഈ ഗ്യാസ് നിറയുന്ന സമയം കൊണ്ട് എന്തായാലും ഞാനൊന്ന് കുളിക്കണം. നല്ല ക്ഷീണമുണ്ട്. കാരണം ഇപ്പോൾ രാവിലെ തന്നെ നല്ല ചൂടുണ്ടോ, നല്ല ചൂടാണ് വെളിയെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇനിയിപ്പോൾ തുടർന്നുള്ള യാത്രയിൽ നമുക്ക് വീണ്ടും കാണാം. എന്തായാലും വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഈ ഗ്യാസ് ഫില്ല് ചെയ്ത് തീരുന്ന സമയം കൊണ്ട് എന്തായാലും ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരും. അപ്പോൾ ഇനി യാത്രയുടെ ബാക്കി ഈ ഭാഗം ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പോൾ എന്തായാലും ഒന്ന് ഫ്രഷ് ആവട്ടെ. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.